നമസ്കാരം. സാധാരണ ഇതുപോലൊരു വീഡിയോ ചെയ്യാറില്ല. ഇന്ന് കോഴിക്കോട് ബീച്ചിൽ, നമ്മുടെ കോഴിക്കോട് ബീച്ചിൽ കുടുംബസമേതം കുറച്ച് നേരം ചിലവഴിക്കാമെന്ന് കരുതി ഇവിടെ വന്നപ്പോൾ ഇവിടെ കണ്ട കാഴ്ചകളാണ് ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം. കുറച്ച് വൃത്തിയുള്ളൊരു സ്ഥലം, മണലിൽ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ വൃത്തിയുള്ളൊരു സ്ഥലം തേടി നടന്നു തുടങ്ങിയതാണ്. നമ്മുടെ KLF ഒക്കെ നടന്ന ആ സ്ഥലത്താണ് വണ്ടി പാർക്ക് ചെയ്ത് അവിടെയാണ് ഇറങ്ങിയത്. അവിടെ ഒരു അഴുക്കുചാലുണ്ട്. ആ അഴുക്കുചാല് തൊട്ടിട്ട് നമ്മുടെ പൊളിഞ്ഞ കടൽപ്പാലത്തിൻ്റെ അടുത്തുള്ള അഴുക്കുചാല് വരെയുള്ള സ്ഥലത്ത് ബീച്ചിൻ്റെ അവസ്ഥ ഉണ്ടല്ലോ, ശോചനീയമാണ്. പിന്നെ പാമ്പേഴ്സുകളുണ്ട്, ഭക്ഷണ മാലിന്യങ്ങളുണ്ട്, ചത്ത് കിടക്കുന്ന എലിയുണ്ട്, നിറയെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളുണ്ട്, ഏതൊക്കെ ടൂറിസ്റ്റ് ഗ്രൂപ്പുകൾ വന്ന് ഉപേക്ഷിച്ചിട്ട് പോയിട്ടുള്ള കപ്പുകളുണ്ട്, ഇതൊക്കെ കൊത്തിവലിച്ച് നടക്കുന്ന കാക്കകളുണ്ട്, തെരുവ് നായകളുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഒരു ബീച്ച് എന്നുള്ള സങ്കല്പത്തിന് ഒട്ടും ചേരാത്ത എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ട്. പക്ഷേ അപ്പുറത്തെല്ലാം തിരക്കായതുകൊണ്ട് കുട്ടികളും കുടുംബസമേതം ഇവിടെ എത്തുന്നുണ്ട്. ആ വെള്ളത്തിൽ, കറുത്ത വെള്ളത്തിൽ, അതായത് വേസ്റ്റ് രണ്ട് സൈഡിൽ നിന്ന് വേസ്റ്റ് വലിച്ചിറങ്ങുകയാണല്ലോ, ആ വേസ്റ്റ് വെള്ളത്തിൽ കുട്ടികൾ കുളിക്കുന്നുണ്ട്. ഇതിനിടയിലൂടെ ഈ വേസ്റ്റുകളൊക്കെ കൊത്തിപ്പറിച്ച് കാക്കകൾ പറന്നെടുക്കുന്നുണ്ട്. എത്രയാണ് പ്ലാസ്റ്റിക് എന്ന് അറിയാം. ഇത് ഏതോ അധികാരികൾ മാത്രമൊന്നുമല്ല, ഇവിടുത്തെ ഓരോരുത്തരും ഇതിന് റെസ്പോൺസിബിളാണ്. നമുക്കൊരു ബേസിക് സിവിക് സെൻസ് എന്ന് പറഞ്ഞ സംഗതി ഉണ്ടല്ലോ, അത് പാലിച്ചാൽ മതി. ഒരു വേസ്റ്റ് കളയുന്നതിന് ചുറ്റിലും അല്ലെങ്കിൽ അത് കളയുന്നതിന് മുമ്പ് ഒന്ന് ആലോചിച്ചാൽ മതി, ഇത് നമുക്കിടെ മാത്രമുള്ള സ്പേസ് അല്ല, ഒരു പബ്ലിക് സ്പേസ് ആണെന്നുള്ളത്. അൺഫോർച്ചുനേറ്റ്ലി അത് ഇല്ല എന്നുള്ളതാണ്. കുറച്ച് കാഴ്ചകൾ നിങ്ങൾ കണ്ടു നോക്കി, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത്.